ഹായ് ഫോക്സ്, നിങ്ങളിത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് എവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എടുത്ത ടൈം 1.5 years ആണ്. ഫോർച്ചുനേറ്റ്ലി ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ബിഫോർ ഗെറ്റിംഗ് ടു ദ വീഡിയോ, ഞാൻ എന്നെപ്പറ്റി ഒരു ബ്രീഫ് ഇൻട്രോ തരാം. എൻ്റെ പേര് ഡെൻസൺ ഡേവിഡ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പാസ്റ്റ് 4 years ആയിട്ടും ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനിങ് ഇൻഡസ്ട്രി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എനിക്ക് 25 വയസ്സ് തികയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒന്ന് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മേജറായിട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ആ ഒരു റിഗ്രറ്റിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു വേയിലാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ആകെ കണ്ടൻറ്റ് മാത്രമാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഒരു കണ്ടൻറ്റ് പോലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു 5% എങ്കിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ കൺസ്യൂം ചെയ്ത കണ്ടൻറ്റിൻ്റെ ഒരു 5% എങ്കിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും റിഗ്രറ്റ് ഉണ്ടാവില്ലായിരുന്നു. ആ ഒരു റിഗ്രറ്റിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോനെ കാണുന്നത്. So I'm going to create my content on social media by documenting myself as a designer. എന്തുകൊണ്ട് ഡിസൈനിങ് ചൂസ് ചെയ്തു എന്നുള്ളതിനൊരു വളരെ സിമ്പിൾ റീസൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതും എൻ്റെ പ്രൊഫഷനും, റൈറ്റ് നൗ മൈ പ്രൊഫഷൻ ഈസ് ഡിസൈനിങ് ഫീൽഡ്. ഓക്കെ, സോ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അധികം എഫേർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതും, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇഷ്ടമല്ലാത്ത കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇഷ്ടമുള്ള കാര്യം നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈനിങ് തന്നെ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കണ്ടൻറ് ക്രിയേഷനിൽ കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതിനകത്തൊരു മേജർ കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രോത്താണ്. ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് എല്ലാ ആസ്പെക്റ്റിലും, അതായത് ഒരു ആസ് എ ബിസിനസ് ആണെങ്കിലും ആസ് എ പേഴ്സൺ ആണെങ്കിലും എനിക്ക് കുറച്ച് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഞാനിപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുക, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനതിൽ സ്റ്റക്കായി പോവും. അങ്ങനെയുള്ള കുറേ തോട്ട്സ് എനിക്കുണ്ട്. ആ തോട്ട്സിനൊക്കെ എനിക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഞാൻ ഫ്രീക്വൻ്റ്ലി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം എനിക്ക് ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന വേറൊരു കാര്യമാണ് ഗ്രോ ആസ് എ ബിസിനസ്. ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ് എനിക്കൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എനിക്കും അതൊരു വളരെ യൂസ്ഫുള്ളാണ്. എനിക്കും എന്നെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും എല്ലാം വളരെ യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതെനിക്കൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. സോ അതിന് ഞാൻ ഈ ഒരു കണ്ടൻറ് ക്രിയേഷനിൽ കൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ഷെയറിംഗ് ആണ്. നോളജ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നൊരു കാര്യമാണ്. ഞാനൊരു പാസ്റ്റ് 4 to 5 years ആയിട്ട് പഠിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ കാര്യം പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കോ, അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനിങ് മെത്തേഡോ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അത് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് അത് ചെയ്ത് മേ ബി ഇൻ ഫ്യൂച്ചർ ഓർ നിങ്ങളിപ്പോൾ ഒരു ഡിസൈനറോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ക്ലയൻസിന് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ എന്തെങ്കിലും നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളാവും എന്നൊരു തോട്ട് എനിക്കുണ്ട്. സോ അതാണ് ഒരു നോളജ് ഷെയറിങ് ആൻഡ് അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഗ്രോത്ത്. ഇത് രണ്ടുമാണ് ഞാൻ മേജർലി ഈ ഒരു കണ്ടൻറ് ക്രിയേഷനിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത്ര നേരം കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞു, ബട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ എൻ്റെ കോർ എന്താണ്, എൻ്റെ നീഷ് എന്താണ് എന്നുള്ളത് ഞാൻ ഒരു ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ മെയിൻലി കൂടുതലും ലോഗോസ് ഡിസൈൻ ചെയ്യാറുണ്ട്, ബ്രാൻഡ് ഐഡൻറ്റിറ്റി ചെയ്യുന്നുണ്ട്, അതുപോലെ പാക്കേജിങ്, മോഷൻ ഗ്രാഫിക്സ്, അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഞാൻ മാക്സിമം ഡോക്യുമെൻ്റ് ചെയ്യും. ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ അതുവഴി ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ക്ലയൻറ്റിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാൻ മെയിൻലി ഫോളോ ചെയ്യുന്നത്, ഞാൻ പഠിച്ച മെത്തേഡ്സ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുകയാണ് ബൈ ഡോക്യുമെൻറ്റിങ് മൈ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അത് ഇൻ ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്കത് ഇത് ചെയ്ത് തരണം എന്നുണ്ട്.
ഇപ്പം ഞാനൊരു ബേബി സ്റ്റെപ്പ് എടുത്ത് വെച്ചേക്കാണ്. ഇതെൻ്റെ ബിഗിനർ സ്റ്റേജാണ്. സോ കുറേ തെറ്റുകളുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ വളരെ നെർവസാണ്. എനിക്ക് സംസാരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മൾട്ടിപ്പിൾ ടേക്സ് എടുത്തിട്ടാണ് ഈ ഒരു ലെവലിലേക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ ഞാൻ ഈ കുറച്ചും കൂടി എൻ്റെ ഈ ഒരു നെർവസ് അതെല്ലാം ഒന്ന് കുറച്ചും കൂടി ഒരു സ്ട്രീം ലൈൻഡ് ഫോമാറ്റിലേക്കൊക്കെ കണ്ടൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഓൾസോ വൺ തിങ്, നിങ്ങളിപ്പോൾ ഇതുപോലെ സ്റ്റക്കായി നിൽക്കുവാണ്, ലൈഫിൽ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുവാണെങ്കിലും ലൈക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അപ്സ്കില്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേഷനോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ഒരു സോഷ്യൽ ഫിയർ എന്നുള്ളത്, ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ളൊരു ഫിയർ വേറെ. നമുക്കിപ്പോൾ ആകെ പറ്റുന്ന എന്താ, സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ മാത്രം നമുക്കിപ്പോൾ പറ്റുന്നുള്ളൂ. അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 1% നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിരിക്കും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിരിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ആരും യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുക്കുന്നു, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു വൈറൽ കണ്ടൻറ്റ് കാണുന്നു, അതിൻ്റെ ഇടയിൽ കമൻറ്റ്സ് നോക്കുന്നു, ദെൻ സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നു. സോ ഈ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് റിഗ്രറ്റ് അടിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വരെ എങ്കിലും ഞാൻ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാക്സിമം അത് ഡോക്യുമെൻ്റ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ എടുക്കുക, യൂസ് ചെയ്യുക, ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അപ്കമിങ് വീഡിയോസിലെല്ലാം മോർ ഒരു ഡിസൈനിങ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്സ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റഡ് ഓഡിയൻസും ഒരു ഡിസൈനേഴ്സ് അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസും. അപ്പോൾ അപ്കമിങ് വീഡിയോസിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ കണ്ടൻറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.